ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന CPO, LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. അതാണ് ഇന്നത്തെ 150 ടോപ്പിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത്. LGSകാരെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല ഈ ഒരു ടോപ്പിക്ക്. LDCക്കും CPOയ്ക്കും ഒക്കെ സിലബസിൽ ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നിരുന്നാലും LGSനും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം SCRT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്കും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരും മനസ്സിലാക്കേണ്ട ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതാണ് ഏത്, നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഒരു ഘടനയുണ്ട്, അല്ലെങ്കിൽ അന്തരീക്ഷത്തെ നമ്മൾ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് നമ്മളൊരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര ലെയർ ആയിട്ടാണ് നിങ്ങൾക്കറിയാം? ട്രോപ്പോസ്ഫിയർ അല്ലേ, ട്രോപ്പോസ്ഫിയർ. അതുപോലെ തന്നെ എന്താണ്, അതിന് മുകളിലായിട്ട് സ്ട്രാറ്റോസ്ഫിയർ, അതിനും മുകളിലായിട്ട് വരുന്നതാണ് ഏത്, മിസോസ്ഫിയർ. ദെൻ അതിന് മുകളിലായിട്ട് തെർമോസ്ഫിയർ. ഇങ്ങനെ നമ്മൾ 4 ഡിവിഷൻ പഠിക്കാനുണ്ട്. ഇതിൽ നിന്ന് PSC മുൻവർഷങ്ങളിൽ നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അന്തരീക്ഷത്തിന്റെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണ്, ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എന്താണ്, അതായത് ട്രോപ്പോസ്ഫിയർ എത്ര കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു, അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ, സ്ട്രാറ്റോസ്ഫിയർ എത്ര ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓസോൺ ലെയർ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ മിസോസ്ഫിയറിൽ എന്താണ് പ്രത്യേകത, ദെൻ തെർമോസ്ഫിയർ, തെർമോസ്ഫിയറിന്റെ പാർട്ടായിട്ടുള്ള അയണോസ്ഫിയർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് SCRT ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ് നമ്മൾ SCRT പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. ഇതിനകത്ത് ഞാൻ യെല്ലോ കളറായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് പാർട്ട് ഇടുന്നുണ്ട്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സമയം കളയാനില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അന്തരീക്ഷ ഘടന. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഓർത്തു വെക്കുക, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെയുള്ള അന്തരീക്ഷ ഭാഗത്തെ എന്ത് വിളിക്കും? ഹോമോസ്ഫിയർ എന്ന് വിളിക്കും. അത് പഠിച്ചെടുക്കണം കേട്ടോ. 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കും. അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരം വരെയുള്ള അന്തരീക്ഷ ഭാഗം ഹോമോസ്ഫിയർ എന്നും, അവിടുന്ന് 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ എന്ത് വിളിക്കും? ഹെറ്ററോസ്ഫിയർ എന്നും വിളിക്കും. വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം ഓരോ എന്താ പറയുന്ന ഉയരം അനുസരിച്ചും, അതായത് വിവിധ ഉയരങ്ങൾ അനുസരിച്ച് ഉയരങ്ങളിലെ താപം, ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിന് വ്യത്യാസം ഉണ്ടാകും. താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ എന്ത് ചെയ്യും? വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ മണ്ഡലമാണേത്? ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത് ഏതാണ്ട് 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ചോദിച്ചാല് 13 കിലോമീറ്റർ വരെ ഉണ്ട്. മധ്യരേഖ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. ഏതാണ്ട് 18 കിലോമീറ്റർ വരെയാണ് മധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. മേഘരൂപീകരണം. ഇവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് കേട്ടോ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. PSC ഇതുപോലെ എടുത്തു ചോദിക്കും. അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന മണ്ഡലം ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓർത്തു വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് ഏറ്റവും അടുത്ത് കിടക്കുന്ന മണ്ഡലം, പിന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന മണ്ഡലം. റൈറ്റ് സൈഡിലെ ബോക്സ് ഒന്ന് വായിച്ചു നോക്കണേ. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായി യഥാക്രമം ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നീ സംക്രമണ മേഖലകളുണ്ട്. അപ്പൊ അന്തരീക്ഷ മണ്ഡലങ്ങളാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവ.
അപ്പൊ ഇങ്ങനെയുള്ള അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളാണെന്ത്? സംക്രമണ മേഖലകൾ. ഇനി ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് വിളിക്കും. PSC ചോദിച്ചിട്ടുണ്ട്, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ട്രോപ്പോപാസ്. നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരം വ്യാപിച്ചിരിക്കുന്നു. അതായത് ട്രോപ്പോസ്ഫിയറിന് മുകളിലേക്ക് 50 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. ഒരു മുൻവർഷ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, സമതാപ മേഖല കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം. സമതാപ മേഖല എവിടെയാ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയറിനകത്താണ്. അത് ഓർത്തു വെച്ചേക്കണം. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്ന എവിടാന്ന് ചോദിക്കും. അതെവിടാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നു. ഇപ്പൊ PSC ചോദിക്കും, ജെറ്റ് വിമാനത്തിന്റെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? സ്ട്രാറ്റോസ്ഫിയർ. സമതാപ മേഖല സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കും. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ട്രോപ്പോപാസ് ആണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഇമ്പോർട്ടന്റ് ആട്ടോ. മീസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് മീസോസ്ഫിയർ. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിൽ അനുഭവപ്പെടുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മിസോസ്ഫിയറിലാണ്. അതിന് മിസോപാസിലാണ് അനുഭവപ്പെടുന്നത്. ഉൽക്കകൾ മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. ആ പോയിന്റ് ഓർത്തു വെക്കണം. ഉൽക്കകള് മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തി ചാരമാകുന്നു. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മീസോപാസ് എന്ന് അറിയപ്പെടുന്നത്. അതും ഓർത്തു വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് തെർമോസ്ഫിയർ. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് തെർമോസ്ഫിയർ. ഉയരും തോറും താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ. അയണോസ്ഫിയറിൽ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. അപ്പൊ ദീർഘദൂര റേഡിയോ പരിപാടികളുടെ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ചോദിച്ചാൽ അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അതായത് അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ ഭാഗം തന്നെയാണ്. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണം എന്നറിയപ്പെടുന്നു. ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഇത് 4 മണ്ഡലങ്ങളും വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്താണെന്ന് മനസ്സിലാക്കി. ഇതിനിടയ്ക്കുള്ള സംക്രമണ മേഖലകൾ നമ്മൾ മനസ്സിലാക്കി. സമതാപ മേഖല എവിടെയാണെന്ന് മനസ്സിലാക്കി. അന്തരീക്ഷ പ്രതിഭാസങ്ങളായ ഇടി, മിന്നൽ, കാറ്റ് എന്നിവയൊക്കെ സംഭവിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം നടക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി അല്ലെ. അതുപോലെ റേഡിയോ സിഗ്നൽസ് അതെവിടെയാണെന്ന് മനസ്സിലാക്കി. ഇതൊക്കെയാണ് PSCയുടെ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലാതെ നമുക്കിങ്ങനെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് എന്നിട്ട് സ്ട്രാറ്റോസ്ഫിയർ എടുക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ 3 ശരിയായ പ്രസ്താവനകളും 1 തെറ്റായിട്ടും ഒക്കെ തരാം. അപ്പൊ ഇതിനെ നമുക്ക് പ്രസ്താവന രീതിയിലോ അല്ലാത്ത രീതിയിലോ ഒക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നെഗ്ലക്റ്റ് ചെയ്യരുത്. ഇപ്പൊ തന്നെ പഠിക്കുക. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്